അഹങ്കാരമുണ്ട് എന്ന് തന്നെ കൂട്ടിക്കോളൂ. ഞാനൊരു കേരളീയനാണ്, നമ്മളൊരു കേരളീയരാണ്. ഇത് പറയുമ്പോൾ വല്ലാത്തൊരു രോമാഞ്ചിഫിക്കേഷൻ, പറയാതിരിക്കാൻ വയ്യ. എത്ര നല്ല ഭരണാധികാരിയാണ് നമ്മുടെ കേരളത്തിൽ, എത്ര നല്ല പ്രതിപക്ഷ നേതാവാണ് നമ്മുടെ കേരളത്തിൽ. ഇവരോടൊപ്പം കട്ടക്ക് കൂട്ടുനിൽക്കുന്ന നമ്മുടെ സ്വന്തം കുഞ്ഞാലിക്കുട്ടി സാഹിബും. 3 പേരും മരണമാസാണ്. രമേശ് ഏട്ടാ, നിങ്ങളുടെ പുതിയ തീരുമാനം പൊളിച്ചടുക്കി കയ്യിൽ കൊടുത്തില്ലേ ഗവർണറുടെ? കേന്ദ്രത്തിന്റെ ഒരു വലിയ ആഗ്രഹമാണ് നമ്മുടെ കൊച്ചു കേരളത്തിനെ ഒന്ന് വിറപ്പിക്കണം എന്നുള്ളത്. കേന്ദ്രം വിചാരിച്ചു കഴിഞ്ഞാൽ കേരളം ഒറ്റ നിമിഷത്തിൽ ഇല്ലാതാകുമെന്ന് കേരളീയരെ ഒന്ന് തോന്നിപ്പിക്കുകയെങ്കിലും വേണം. അതിനുവേണ്ടിയാണ് സംഘപരിവാറിന്റെ നേതാവായ ആരിഫ് മുഹമ്മദ് ഖാനെ കേരളത്തിന്റെ ഗവർണർ സ്ഥാനം നൽകി കേരളത്തിലേക്ക് അയക്കുന്നത്. ഏറ്റവും ശക്തനായതുകൊണ്ട് തന്നെ ആരിഫ് മുഹമ്മദ് ഖാന്റെ ചില നീക്കങ്ങൾ അത് ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും വലിയ വെല്ലുവിളിയായി മാറുമെന്ന് കേന്ദ്രം കണക്കുകൂട്ടി. അങ്ങനെ ആരിഫ് മുഹമ്മദ് ഖാൻ കേരള ഗവർണറായി. പക്ഷേ ആരിഫ് മുഹമ്മദ് ഖാന് ഒരു കാര്യം മനസ്സിലാകാതെ പോയി. കേരളത്തിന്റെ മണ്ണിൽ മതനിരപേക്ഷതയെ ചോദ്യം ചെയ്തുകൊണ്ട് ഏത് വലിയ ശക്തി വന്നു കഴിഞ്ഞാലും അതിനെ നേരിടുന്നത് ഭരണപക്ഷം മാത്രമായിരിക്കില്ല. ഭരണപക്ഷത്തിന്റെ തോളോട് തോള് ചേർന്ന് നിന്നുകൊണ്ട് പ്രതിപക്ഷവും ഉണ്ടാകുമെന്ന കാര്യം ഗവർണർ തിരിച്ചറിഞ്ഞപ്പോൾ മുട്ടുമടക്കിപ്പോയി ആരിഫ് മുഹമ്മദ് ഖാൻ. ഈ കൊച്ചു കേരളത്തിന്റെ അന്തസ്സിന് മുന്നിൽ, അഭിമാനത്തിന് മുന്നിൽ, ഈ കൊച്ചു കേരളത്തിന്റെ മതനിരപേക്ഷതയുടെ മുന്നിൽ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന സംഘപരിവാർ നേതാവായ കേരള ഗവർണർ മുട്ടുമടക്കി പിന്നോട്ട് പോയി. ഇതാണ് സത്യം. ഇപ്പോൾ പൊളിച്ചടുക്കി കയ്യിൽ കൊടുത്തിരിക്കുന്നത് നമ്മുടെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയാണ്. രമേശ് ഏട്ടാ, പറയാതിരിക്കാൻ വയ്യ, പുതിയ തീരുമാനം. കേരള ചരിത്രത്തിൽ ചിലപ്പോൾ ഇതാദ്യമായിരിക്കാം. നിയമസഭക്കകത്ത് ഗവർണറെ മാറ്റണമെന്ന പ്രമേയം കൊണ്ടുവരാൻ സ്പീക്കർക്ക് നോട്ടീസ് നൽകിയിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. അതെ, സർക്കാരിനെ എപ്പോൾ നോക്കിക്കഴിഞ്ഞാലും അടിച്ചേൽപ്പിച്ച് സംസാരിക്കുന്ന ഗവർണർ നിയമസഭക്കകത്ത് പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ ഒരു പ്രമേയം പാസാക്കിയപ്പോൾ അത് പരസ്യമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നു പറഞ്ഞ് കയ്യടി നേടാൻ ശ്രമിക്കുന്ന ഗവർണർ ഒരു കാര്യം മനസ്സിലാക്കണമായിരുന്നു. നിങ്ങൾ ആക്ഷേപിച്ചത് ഞങ്ങളുടെ നിയമസഭയെയാണ്. പ്രതിപക്ഷവും ഭരണപക്ഷവും മതനിരപേക്ഷതയെ മുന്നിൽ വെച്ച് കളിക്കുന്ന ഞങ്ങളുടെ കേരളീയരുടെ സ്വന്തം നിയമസഭയെയാണ് നിങ്ങൾ ദേശീയ തലത്തിൽ ആക്ഷേപിച്ചത്. നിങ്ങൾക്ക് അങ്ങനെ ഒരു വിമർശനം ഉണ്ടായിരുന്നുവെങ്കിൽ സ്പീക്കറെ കാണാമായിരുന്നില്ലേ? സ്പീക്കറോട് നിങ്ങൾക്ക് വിയോജിപ്പ് അറിയിക്കുമായിരുന്നില്ലേ? പക്ഷെ നിങ്ങൾ എന്താണ് ചെയ്തത്? നിങ്ങൾ പരസ്യമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ കേരളത്തെ താറടിച്ച് കാണിക്കാൻ ശ്രമിച്ചു. പക്ഷേ അതല്ല, ഇവിടെ രമേശ് ഏട്ടനും കുഞ്ഞാലിക്കുട്ടി സാഹിബും പിണറായി വിജയൻ സാറും ഒക്കെ ഒന്നിച്ച് നിൽക്കുമ്പോൾ നിങ്ങളുടെ ഒരു കളിയും നടക്കില്ല. ഇതാവണമട പ്രതിപക്ഷ നേതാവ്. എന്തൊരു നീക്കമാണ് രമേശ് ചെന്നിത്തല നടത്തിയിട്ടുള്ളത്. ഈ കൊച്ചു കേരളീയൻ എന്ന് പറയുന്നതിൽ ആർക്കാണ് അഭിമാനം തോന്നാത്തത്? മനോഹരമായ പ്രതിപക്ഷ നേതാവ്, നല്ല പ്രതിപക്ഷ പാർട്ടി, ഭരണപക്ഷ പാർട്ടിയാണെങ്കിലും അതേപോലെ ഇപ്പോൾ പൊളിച്ചടുക്കി കയ്യിൽ കൊടുത്ത രമേശ് ഏട്ടാ, ആര്യ ബഡായ് ബംഗ്ലാവ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിൽ രമേശ് പിഷാരടിയെ വിളിക്കാറുള്ളത് രമേശ് ഏട്ട എന്നുള്ളതാണ്. ഇനി മുതൽ ഞങ്ങൾ മലയാളികൾ രമേശ് ചെന്നിത്തലയെ വിളിക്കുന്നത് രമേശ് ഏട്ട എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. Time.